അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സെൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെബ്രോണിക്സിന്റെ സെബ് സൗണ്ട് ബോംബ് 5ന്റെ ഒരു 7 days കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ആമസോണിൽ പുതിയതായിട്ട് വന്നതാണ് ഇത്. അതുപോലെ തന്നെ സെബ്രോണിക്സിന്റെ നേരത്തെയുള്ള സൗണ്ട് ബോംബ് സീരീസിലുള്ള ഇയർഫോൺസിനൊക്കെ തന്നെ ഒരു മിക്സഡ് റിവ്യൂസ് എന്നുള്ള രീതിയിലാണ് റിവ്യൂസ്. ചിലവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്, ചിലവർ ഒരു സൈഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് ആമസോണിൽ 7 days റീപ്ലേസ്മെന്റ് ആണുള്ളത്, റിട്ടേൺ അല്ല ഉള്ളത്. അതായത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ തിരിച്ചിട്ടില്ല, പകരം അവർ നമുക്ക് റീപ്ലേസ്മെന്റ് വേറെ പ്രൊഡക്റ്റ് തരുമെന്നുള്ളൂ. സെയിം തന്നെ വേറെ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് തരുമെന്നല്ലാതെ നമുക്ക് ഈ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടൂല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തായാലും ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്താണ്, വേണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഐ കാർഡിൽ എവിടെയെങ്കിലും ഇട്ടേക്കാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ മാക്സിമം ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ആദ്യമേ തന്നെ ഇതിൻ്റെ ഓവറോൾ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തായിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. സോ ഇതിൻ്റെയൊക്കെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഉള്ളത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, അതുപോലെ ഇരിക്കും. സോ ആദ്യമേ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. പ്രൈസ് പോയിന്റ് ആണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാര്യം ഒരു 899 രൂപയാണ് ഇതിനുള്ള പ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അത്യാവശ്യം ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഫുൾ വോളിയത്തിലിട്ടാൽ അത് തിരിച്ചെടുക്കും. ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, ഒരു 80-90% വോളിയത്തിലേക്ക് അടുത്തെത്തുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഏകദേശം സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റും. 80% വരെ നിങ്ങൾ വോളിയത്തിലാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ബാസൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഒരു ചീപ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല സൗണ്ട് ക്വാളിറ്റിയിൽ. അതെന്തായാലും ഉറപ്പ് വരാൻ വേണ്ടി പറ്റും. 70% 80% വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വെറും ഒച്ച മാത്രമേ ഉള്ളൂ. അതായത് ഫുൾ വോളിയത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൗഡ്നെസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഫുൾ വോളിയത്തിൽ ഇത് പോരാ, പക്ഷേ ഒരു 70-80% വോളിയത്തിലേക്ക് ഉണ്ടെങ്കിൽ ഇയാൾ പക്കയാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയും അത്യാവശ്യം. കേസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. കേസിന്റെ ടോപ്പ് പിടിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഇത് ഫീൽ ചെയ്യും. പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസ് തന്നെയാണ്. അതുപോലെ തന്നെ ചാർജിങ് കേബിൾ ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു കേബിളാണ്. അതുപോലെ തന്നെ കാണാൻ ലുക്കുള്ള ഒരു കേബിളാണ്. അതുപോലെ തന്നെ നമുക്ക് തുറന്നെടുത്ത് കഴിയുമ്പോഴും ഈ ഒരു ഇയർബഡ്സിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റുമായിരിക്കും. ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതും പറയാനില്ല. ഇതിന്റെ പൊക്കത്തായിട്ട് നമുക്ക് LED ലൈറ്റും കാര്യങ്ങളും ഉണ്ട് ബഡ്സിന്റെ പൊക്കത്തായിട്ട് തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ടച്ച് കൺട്രോൾ വരുന്നത്. ഇവിടെ ആയിട്ടാണ്, ഇവിടെ ഒരു ഹോൾ പോലെ ഉണ്ട്. അവിടെ ടാപ്പാണ്, ബട്ടൺ അല്ല. അതുപോലെ തന്നെ നമുക്ക് താഴെയായിട്ടാണ് നമ്മുടെ കോണ്ടാക്ട്സ് ഉള്ളത്. ഓക്കെ, എവിടെയായിട്ടാണ് 2 കോണ്ടാക്ട്സ് ഉള്ളത്. അതാണ് നമ്മുടെ കേസിൻ്റെ ഇവിടെ പോയിട്ട് കൊള്ളുന്നത്. ഓക്കെ, സോ നമ്മൾ കേസിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഡോർ അടക്കുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റ് കത്തും. അതായത് ഇപ്പോൾ നമ്മുടെ ബഡ്സ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസിൽ നിന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകണം. ഓക്കെ, ഡിസ്കണക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതല്ലാതെ ഓവറോൾ ക്വാളിറ്റി കുഴപ്പമില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. സോ നമ്മൾ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 70% വോളിയത്തിൽ 1 മണിക്കൂറോളം പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 80% ചാർജ് നമുക്ക് ബഡ്സിലുള്ളതായിട്ട് നമുക്ക് ഫോണിൽ തന്നെ അറിയാൻ പറ്റും. ചാർജ് ഉള്ളതായിട്ടാണ് കാണിച്ചത്. സോ ഒരു 70% വോളിയത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ 20% 1 മണിക്കൂറത്തേക്ക് എടുത്താൽ അപ്പോൾ ഒരു 5 മണിക്കൂറിന് ഉള്ള ഒരു ഏരിയയിൽ ഏകദേശം കിട്ടണം. അപ്പോൾ ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു കേസിലാണെങ്കിൽ അപ്പോൾ 5.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോയി. 5.5 മണിക്കൂർ 5 മണിക്കൂർ പോലും എത്തൂല. പക്ഷേ നമ്മളൊരു 50% വോളിയത്തിൽ മ്യൂസിക് വീഡിയോസ് പ്ലേ ചെയ്തു, വീഡിയോ പ്ലേ ബാക്ക് നടത്തി ഒരു 3 മണിക്കൂറോളം. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഡ്സിൻ്റെ അകത്ത് 60% ചാർജ് ഉണ്ടായിരുന്നു. സോ സൗണ്ട് ഒരു 50-60 റേഞ്ച്, 60% വോളിയത്തിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ 60% ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു 50% കുഴപ്പമില്ല. അതുപോലെ തന്നെ വീഡിയോ പ്ലേ ബാക്കിൽ നമുക്കൊരു ലാഗ് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. ചില സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യുള്ളൂ. നമ്മളൊരു കാഷ്വലായിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യില്ല. സിനിമ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചില സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ആ ലിപ്സിങ്ക് മാറുന്ന നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യൂല.
ടച്ച് കൺട്രോൾസ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹിറ്റ് ആൻഡ് മിസ് ഒരുവിധപ്പെട്ടവർക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് സ്ഥലത്തായിരിക്കില്ല ടാപ്പ് ചെയ്ത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൊരു ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും, നമുക്ക് ഇയർബഡ്സിൽ കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനർത്ഥം ടാപ്പ് ആയിട്ടുണ്ടെന്നുള്ള. ഓക്കെ, ഇതിനകത്ത് ഇനി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു സാധനവും പെർഫെക്റ്റ് അല്ല, ഇതും പെർഫെക്റ്റ് അല്ല. സോ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സാധനത്തിലേക്ക് നമ്മളെടുത്ത് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് ഈ സാധനം തിരിച്ചെടുത്ത് നമ്മൾ കേസിലേക്ക് ഇട്ട് വെക്കുന്നു. ഓക്കെ, ഇട്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോണിൽ നിന്ന് ഈ സാധനം ഇപ്പോഴും ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. കണ്ടോ, ഓൾറെഡി കേസിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയ. ഓക്കെ, ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയി. കണ്ടു. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്കൊരു ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് നമ്മൾ കേസിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് ഇത് എവിടെയെങ്കിലും വെക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നോർമലി ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവുന്നു, പക്ഷേ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരിടയ്ക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയി എൻ്റെ ഫോണിലേക്ക്. അത് കഴിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞു പോലുമില്ല. അത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ സൗണ്ട് ഒന്നും കേൾക്കാതായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ്, ബ്ലൂടൂത്ത് എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിരുന്നത്. പക്ഷേ ബഡ്സ് കേസിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ വെച്ചതാണ്. സോ അങ്ങനെ എനിക്കൊരു ഇഷ്യൂ എനിക്ക് 2-3 പ്രാവശ്യം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിയതായിട്ട് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ഇല്ല. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. സോ അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ലെഫ്റ്റ് സൈഡ് വർക്ക് ചെയ്യണേ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഇഷ്യൂ ആണെന്ന് വിചാരിച്ചു. കാര്യം അതിന് മുമ്പ് ഞാനൊരു 1 മണിക്കൂറിന് മുമ്പ് അങ്ങാണ്ടാണ് എടുത്ത് നോക്കിയത്, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആരാണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന ഇതൊന്നും ഇൻസ്ട്രക്ഷൻ മാനുവലിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, എൻ്റെ കയ്യിൽ എങ്ങനെ ഇഷ്യൂ ഫിക്സ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രണ്ടും എടുത്ത് തിരിച്ചു വിട്ടു. അതിനുശേഷം വർക്ക് ചെയ്യാനത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കേസിൽ ലെഫ്റ്റ് ആയിരുന്നു. അപ്പം ലെഫ്റ്റ് മാത്രം ഞാൻ ആദ്യം എടുത്ത് ചെവിയിലോട്ട് വെച്ചു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പെയറായി, അതിനകത്ത് സൗണ്ട് വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ റൈറ്റ് എടുത്ത് ചെവിയിലോട്ട് വെച്ചു. ഇപ്പോൾ രണ്ടും പെയറായി. അതിനുശേഷം പിന്നെ ആ ഇഷ്യൂ അങ്ങനെ കണ്ടില്ലായിരുന്നു. സോ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ അത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതല്ലാതെ പിന്നീട് തോന്നിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടാപ്പ് ചെയ്യുമ്പോൾ 1 സെക്കൻഡോളം ഡിലേ ഉണ്ട്. പാട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൗണ്ട് കേൾക്കും, പക്ഷേ 1 സെക്കൻഡോളം എടുക്കും അതൊന്ന് പോസ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. സോ അതുമാണ് തോന്നിയിട്ടുള്ളത്. ബാക്കി ഇൻ ജനറൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഈ 7 ദിവസം കൊണ്ട്. ബാറ്ററി ബാക്കപ്പും ഒരു കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അവർ പറഞ്ഞ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ 5.5 മണിക്കൂർ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50-60% വോളിയത്തിൽ നമ്മളിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻ ജനറൽ ഇത് ഒരു 70%-80% വോളിയത്തിലിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാലേ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പ്ലേ ബാക്ക് നമുക്കൊരു ഓഡിയോ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 70-80% കേൾക്കണം. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.